അറസ്റ്റ് വിഷയത്തിൽ പി.വി. അൻവറിനൊപ്പം UDF ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും മുന്നണി പ്രവേശനത്തിൽ UDFിൽ ഭിന്നാഭിപ്രായമുണ്ട്. ലീഗിന് പാതി മനസ്സുണ്ടെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗവും RSPയും വേഗത്തിൽ തീരുമാനം വേണ്ടതില്ല എന്ന നിലപാടിലാണ്. KR സാജു കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതിനു മുമ്പ് ചില പ്രതികരണങ്ങൾ കാണാം. ഞാനിത് വാർത്ത കണ്ടിട്ടാണ് അറിയണത്. അൻവറിനെ നിങ്ങൾ UDFിൽ എടുത്തു, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നിങ്ങൾ UDFിൽ എടുത്തു, ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ UDFിൽ എടുത്തു. ഓരോന്നിലും ഓരോ വാർത്ത വരികയാണ്. അപ്പോൾ UDF ചെയർമാനായ എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞാനിത് കണ്ടിട്ട് എന്താ നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്താണ് പരിപാടി? നിങ്ങൾ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കുക. അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയും ചെയ്യും. ചർച്ച ചെയ്തിരിക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ശരിയല്ല. ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനം, അതിന് പല വശങ്ങളും ഉണ്ട്. UDF പിന്നെ ആ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. KR സാജു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സാജു, ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഇപ്പോഴൊരു തീരുമാനത്തിലേക്ക് വേഗത്തിൽ കടക്കേണ്ടതില്ല എന്ന അഭിപ്രായമുള്ളവരാണോ? നിഷാദ്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അത്തരം നിലപാടുള്ളവരാണ്. ഇത് യഥാർത്ഥത്തിൽ അൻവറിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരായ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ UDF ഒറ്റക്കെട്ടാണ്. പക്ഷേ അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന് ചോദിച്ചാൽ ഘടകകക്ഷികൾ തമ്മിൽ മാത്രമല്ല ഭിന്നാഭിപ്രായമുള്ളത്, പാർട്ടികൾക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിന്റെ കാര്യം പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള ഒരു വിഭാഗം അൻവറിനെ ഉപയോഗപ്പെടുത്തണമെന്നും മുന്നണിയുടെ ഭാഗമാക്കണമെന്നും നിലപാടെടുക്കുമ്പോൾ VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശൻ, UDF ചെയർമാൻ കൂടിയായ VD സതീശൻ അടക്കമുള്ളവർക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. അതിന് സമയമായിട്ടില്ല, കുറെ കൂടി കാത്തിരുന്ന് ചർച്ചകൾ അനിവാര്യമായ വിഷയമാണ് ഇത് എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തിച്ചേരുന്നു. ഷിബു ബേബി ജോൺ അറസ്റ്റ് ടെലിഫോൺ ലൈനിൽ. ഷിബു ബേബി ജോൺ, പി.വി. അൻവറിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തണം, അത് മുന്നണിയിൽ എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, ഒപ്പം ചേർത്തിട്ടാണെങ്കിൽ അങ്ങനെ എന്ന അഭിപ്രായം നിങ്ങൾക്കില്ലേ? അല്ല, ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു അജണ്ട ചർച്ച വന്നിട്ടില്ലല്ലോ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതിയും പ്രത്യേകിച്ച് അൻവർ മുന്നോട്ട് വെച്ച വിഷയം വളരെ പ്രസക്തമായ വിഷയമാണ് എന്നുള്ളതിനോട് യോജിക്കുമ്പോഴും മറിച്ചൊരു വിഷയം ഐക്യജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഈ നിമിഷം വരെ വന്നിട്ടില്ല. നിങ്ങൾ ഇന്ന് രാവിലെ പോലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് ആലോചിച്ചിട്ടില്ല. അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് ബോധ്യമുണ്ടായതിനു ശേഷമല്ലേ നമുക്ക് ചർച്ച ചെയ്യാനൊക്കത്തുള്ളൂ. ഇല്ലാത്തൊരു വിഷയത്തെ കുറിച്ച് ഇപ്പോൾ എന്ത് പറയാനാ? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു മുൻവിധിയും ഇല്ല എന്ന് മനസ്സിലാക്കട്ടെ. അൻവർ വേണം, അൻവർ വേണ്ട എന്നതിലൊന്നുമില്ല. അൻവർ വിഷയം മുമ്പിൽ വരുമ്പോൾ പല ഘടകങ്ങളുണ്ട്, അവ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നാണോ? അതോ അൻവർ ഇപ്പോഴും നിൽക്കുന്നത് UDFിന് ചേരാത്ത പാതയിലാണ് എന്ന അഭിപ്രായമുണ്ടോ? അല്ല, അൻവർ കഴിഞ്ഞ 4 മാസത്തിലേറെയായിട്ട് ആ മുന്നണിയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷെ ഒരു രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം ഉണ്ടാകുന്നില്ല. ചേലക്കരയിലടക്കം അൻവർ സ്വീകരിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ട് വന്ന ആള് കോൺഗ്രസ് ആളിനെ എടുത്താണോ സ്ഥാനാർത്ഥിയാക്കുന്നത്? അത് സ്വാഭാവികമായിട്ട് CPMന്റെ ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ അതിലൊരു രാഷ്ട്രീയം കാണാമായിരുന്നു. അന്നേരം അൻവറിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമില്ല. ഓരോ ദിവസവും ഓരോ നിലപാടുകളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ രാഷ്ട്രീയത്തിന്റെ വ്യക്തത വരുന്നതനുസരിച്ച് മാത്രമല്ല ഐക്യജനാധിപത്യ മുന്നണിയെ ചർച്ച ചെയ്യത്തുള്ളൂ. അന്നേരം എല്ലാ ഘടകകക്ഷികളുടെയും അവരവർ ചർച്ച ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുന്നതായിരിക്കും. അല്ല, ഇപ്പൊ അൻവറിനെ പോലെ ഒരാളെ ഇപ്പോൾ തിടുക്കപ്പെട്ടെടുക്കേണ്ട ഒരു ആവശ്യവും UDFിന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല എന്ന് കാണുന്നുണ്ടോ? അല്ല, ഐക്യജനാധിപത്യ മുന്നണി വ്യക്തികളുടെ കേന്ദ്രീകരണമല്ലല്ലോ. നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിക്കുന്നതാണല്ലോ ഒരു മുന്നണി. ആ നിലയിലേക്ക് പരിശോധിക്കുമ്പോൾ അൻവർ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ എല്ലാവരുമായിട്ട് യോജിക്കണം എന്ന് പൊതു ആശയമുണ്ടെങ്കിലും മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ, മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ഷിബു ബേബി ജോൺ, ഇപ്പോൾ നമ്മൾ പി.വി. അൻവറിനെ കൂടെ കൂട്ടണമോ എന്ന വിഷയം മുമ്പിലേക്ക് വരുമ്പോൾ അൻവർ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിലും UDFിനെ പരാജയപ്പെടുത്താൻ പണിയെടുത്ത ആളാണ് എന്നാണ് നിങ്ങൾ കാണുന്ന കാഴ്ച. മറിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. അവിടുന്ന് വന്നതിന് ശേഷം പിണറായി വിജയനെതിരെ സംസാരിക്കുമ്പോഴും തരാതരം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാട്, വ്യക്തിപരമായി നടത്തിയ പരാമർശം പ്രസക്തമല്ല രാഷ്ട്രീയത്തിൽ. പക്ഷെ രാഷ്ട്രീയ നിലപാടിലും വ്യക്തത ഉണ്ടാകുന്നില്ലല്ലോ, ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണല്ലോ. അൻവറാണ് ഇതിനു ശേഷം രാഷ്ട്രീയ നിലപാട് ക്ലിയർ ചെയ്യേണ്ടത്.
എന്നാൽ മാത്രമല്ല നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതൊരു അജണ്ട ആവേണ്ട വിഷയമാണെന്ന് RSPക്ക് അഭിപ്രായമുണ്ടോ? ഇത് നമുക്ക് എടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ? അല്ല, ഇന്നിപ്പോൾ അൻവർ അത് പറഞ്ഞതായി ഞാൻ എങ്ങും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ നമ്മളത് ചർച്ച ചെയ്യുന്നത്? അൻവറിന്റെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള വ്യക്തത വരുത്തുകയും ഐക്യജനാധിപത്യ മുന്നണിയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ LDF സർക്കാരിനെതിരായ സകല ഫോഴ്സസിനെയും പ്രയോജനപ്പെടുത്തണം എന്ന അഭിപ്രായമുള്ളവർ UDF-നകത്ത് തന്നെയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കുറച്ചുകൂടി വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാകുമോ? അതോ അൻവർ അങ്ങനെ ഒരു കാര്യപ്പെട്ട ഫോഴ്സ് ഒന്നും അല്ല എന്ന് കാണുന്നുണ്ടോ? UDF-ലെ ഏതെങ്കിലും കക്ഷി ഇപ്പോൾ അൻവറിനെ എടുക്കണമെന്ന് പറഞ്ഞായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു അജണ്ട UDF-ന്റെ മുമ്പിൽ വന്നിട്ടില്ല. എന്നാൽ വ്യക്തിപരമായി അൻവറിനെ പ്രയോജനപ്പെടുത്തണമെന്ന അഭിപ്രായമുണ്ടെങ്കിലും അത് ഏത് രൂപമാണ്, അതിന് ഏത് സംഘടനാ രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അല്ല, വ്യക്തിപരമായി അൻവറിനെ പ്രയോജനപ്പെടുത്താം എന്നൊരു ചർച്ച വന്നാൽ അതിനകത്ത് RSP അങ്ങനെ ഒരു കടുത്ത ഭിന്നാഭിപ്രായമൊന്നും RSPക്കില്ല. അല്ല, RSPയുടെ മുമ്പിൽ അജണ്ട വരുമ്പോഴല്ലേ RSP ചർച്ച ചെയ്ത് അഭിപ്രായം പറയത്തുള്ളൂ. ഇന്നിപ്പോ അതിൽ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ച വിവരം വെച്ചുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് RSPക്ക് എടുക്കണമെന്നും എടുക്കണ്ടെന്നും പറയാവുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ മുമ്പിലില്ല.